ഹലോ, ആരേത്? ഞാൻ മഞ്ജരിയാണ്. നിങ്ങളിപ്പോ എവിടെയാണെന്നും ആരുടെ ഒപ്പമാണെന്നും നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. തിരിച്ചൊരക്ഷരം പോലും പറയാതെ ഞാൻ പറയുന്നത് സൈലന്റ് ആയിട്ട് കേൾക്കണം. നിങ്ങളുടെ ഭാര്യയും മക്കളെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അവരിപ്പോ എന്റെ കസ്റ്റഡിയിലുള്ളത്. സത്യങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞാ അവരുടെ ശവമായിരിക്കും നിങ്ങൾ കാണുന്നത്. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഭാര്യയും കുട്ടികളെയും നിങ്ങൾക്ക് ജീവനോടെ കാണണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും എവിടെയും എന്റെ പേര് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ എന്നെ നിങ്ങൾക്ക് അറിയാലോ. ഒന്നുമില്ല. നിങ്ങളായിട്ട് ഞങ്ങൾക്കുള്ള ബോണ്ടിങ്ങിനെ കുറിച്ചായിരുന്നു ടോപ്പിക്ക്. സൂപ്പർ ആയിട്ട് എഴുതിയത് കൊണ്ട് ഫസ്റ്റ് പ്രൈസ് തന്നെ. അപ്പൊ പറ, ഫസ്റ്റ് പ്രൈസുകാരിക്ക് ഇനി എന്ത് സമ്മാനം വേണ്ടേ? എന്തു വേണമെങ്കിലും വാങ്ങിച്ചു തരാം. അങ്ങനെ ഗിഫ്റ്റ് വാങ്ങി തരേണ്ടത് എനിക്കല്ല അച്ഛാ, ചിക്കുവിനാ. അതെന്താ മോളെ ചക്കി, പ്രൈസ് കിട്ടിയത് നിനക്കല്ലേ? എനിക്കല്ല ചെറിയച്ഛാ, ചിക്കുവാ ജയിച്ചത്. ഗ്രാൻഡ് പാരന്റ്സിനെ കുറിച്ചുള്ള എസ്സേ റൈറ്റിംഗില് ചിക്കുവിനാ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. കൺഗ്രാറ്റ്സ് ചിക്കു. താങ്ക് യു ചെറിയച്ഛ. അച്ഛാ, അച്ഛനെന്താ ചിക്കുവിനോട് കൺഗ്രാറ്റുലേഷൻസ് പറയാത്തെ? കൺഗ്രാറ്റ്സ്. താങ്ക് യു അച്ഛ. അച്ഛാ, കൺഗ്രാറ്റ്സ് മാത്രമല്ലോ, എന്നെ കയ്യിലെടുത്ത് ഉമ്മയൊക്കെ തന്നില്ലേ, അതുപോലെ ചിക്കുവിനും ഉമ്മ കൊടുക്കണം. ഫസ്റ്റ് പ്രൈസ് കിട്ടിയതുകൊണ്ട് എന്ത് ചോദിച്ചാലും തരാന്നല്ലേ പറഞ്ഞത്? എന്നെ പോലെ ചിക്കുവിന് ഉമ്മ കൊടുക്കച്ചാ. അച്ഛൻ അങ്ങനെ ചെയ്താ ചിക്കു ശരിക്കും ഒരുപാട് ഹാപ്പി ആയിരിക്കും. അത് മാത്രല്ല അച്ഛാ, ചിക്കുവിന് കിട്ടിയ പ്രൈസ് അച്ഛനാണ് ഡെഡിക്കേറ്റ് ചെയ്തതെന്ന് സ്കൂളിൽ വെച്ച് തന്നെ പറഞ്ഞതാ. ഗ്രാൻഡ് പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്നതൊക്കെ അച്ഛനെ കണ്ടിട്ടാ പഠിച്ചതെന്നാ ചിക്കു സ്കൂൾ അസംബ്ലിയിൽ പറഞ്ഞത്. ചിക്കുവിന്റെ എല്ലാ ഗുഡ് ഹാബിറ്റ്സിന്റെയും കാരണക്കാരൻ അച്ഛനാണെന്നാ ചിക്കു സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത്. മോനെ ചിക്കു, എന്നെ കുറിച്ചും ഗ്രാനെ കുറിച്ചും നിനക്ക് വളരെ കുറച്ച് കാര്യങ്ങളല്ലേ അറിയൂ. നമ്മൾ ഒന്നിച്ചിട്ട് ഒരുപാടായില്ലല്ലോ. അപ്പൊ ഞങ്ങളെക്കുറിച്ചും ഞങ്ങൾക്കിടയിലുള്ള ബോണ്ടിങ്ങിനെ കുറിച്ചും എന്താണ് ഇത്ര അധികം എഴുതിയത്? ഞാൻ ഇത്രയും നാളും നിങ്ങളെ മിസ് ചെയ്തിരുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് സ്നേഹത്തോടെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ.
എല്ലാ വീട്ടിലും നമ്മൾ ദൈവത്തെ പോലെ കാണേണ്ടത് ഗ്രാൻഡ് പാരന്റ്സിനെയും അവരുടെ സ്നേഹത്തെയും ആണെന്നും അവരോട് റെസ്പെക്റ്റോടെ പെരുമാറണമെന്നും അവരായിരിക്കണം നമ്മുടെ ഇൻസ്പിറേഷൻ എന്നും അമ്മ പറയാറുണ്ട്. മോനെ ചിക്കു, കം കം കം. നീ എന്റെ കൊച്ചുമോൻ തന്നെയാടാ. അച്ഛ കണ്ടില്ലേ, ഒന്നും പറയാതെ തന്നെ ഗ്രാൻഡ് പാ ചിക്കുവിന് ഉമ്മ കൊടുത്തത്. പക്ഷെ അച്ഛനോ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല. എന്നെ ഇതുപോലെ അച്ഛൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നും സ്കൂളിൽ നിന്ന് ഓരോ പ്രൈസ് കൊണ്ട് ഇങ്ങോട്ട് വരൂ. നീ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ചു മോനെ. അതിലും വലിയൊരു പ്രൈസിന് എന്താ വേണ്ടേ? നീ വിചാരിച്ച പോലെ അച്ഛന്റെ മനസ്സ് മാറ്റില്ല ചിക്കു. അതെ ചക്കി, ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രൈസ്, അല്ലേ അമ്മേ? അല്ല, ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. പക്ഷെ ഗ്രാനി എവിടെ പോയി? അത് ശരിയാ, ഗ്രാനി എവിടെ പോയി ഗ്രാൻഡ് പാ? ഒരു അത്യാവശ്യത്തിന് പുറത്തു പോയതാ, പെട്ടെന്ന് ഇങ്ങ് വരും. അച്ഛാ, ഗ്രാനിയെ പെട്ടെന്നൊന്ന് ഫോൺ ചെയ്തേ, ഈ ഗുഡ് ന്യൂസ് പറയണ്ടേ. അത് ഗ്രാനി വരുമ്പോ നേരിട്ട് പറയാലോ, അതല്ലേ നല്ലത്. ശരി, ഗ്രാനിയോട് ഈ കാര്യം ഞാൻ തന്നെ ആദ്യം പറയും. ആന്റി ഇത് എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. സാക്ഷിയെ കൊണ്ടുവരാൻ അരുണിമേച്ചിയാ നേരിട്ട് പോയിരിക്കുന്നത്. ചേച്ചി ഇവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാ നിന്റെ ചീട്ടുകൊട്ടാരം മുഴുവനും തകർന്നടിയും. മിഥുൻ പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും നിനക്കൊപ്പം നിൽക്കില്ല. മേഘന പിന്നെ പോലീസിനെ വിളിച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കും. അരുണിമേച്ചിക്കെതിരെ നമ്മുടെ കയ്യിലുള്ള ആ ആക്സിഡന്റ് വീഡിയോ പോലും ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കൊലപാതക ശ്രമത്തിന്റെ പേരിൽ നീ ജയിലിൽ പോകേണ്ടി വരും. ആന്റി, ഞാനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുവോ, അതിന്റെ കൂടെ പിന്നെ എന്തിനിങ്ങനെ പറയുന്നേ? നീ പേടിച്ചത് കൊണ്ടോ ടെൻഷൻ അടിച്ചത് കൊണ്ടോ സംഭവിക്കുന്നതൊന്നും മാറാൻ പോകുന്നില്ല. ചെയ്ത തെറ്റുകളുടെയും പാപങ്ങളുടെയും ശിക്ഷ നീ എന്തായാലും അനുഭവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി നിനക്ക് ചെയ്യാനുള്ളത് ആകെ ഒരു കാര്യം മാത്രം. എന്താ ആന്റി അത്? ആവശ്യമില്ലാതെ ഒന്നിലെ എന്റെ പേര് വലിച്ചിടരുത്. നിന്റെ പാപങ്ങളിലൊന്നും എന്നെയും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. എന്ന് വെച്ചാ ആന്റി എന്നെ കൈയൊഴിയുകയാണോ? ഞാൻ ഓൾറെഡി ഒഴിഞ്ഞു എന്ന് പറഞ്ഞതാ. ഈ നിമിഷം മുതൽ ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ആന്റി ഇങ്ങനെ എപ്പോഴും എസ്കേപ്പ് ആവുന്നത് ശരിയല്ല. ഇത്ര നാളും എന്റെ കൂടെ നിന്നിട്ട് ഇപ്പോ ഒരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാണോ? പിന്നല്ലാതെ നിന്റെ കൂടെ ഞാനും വന്ന് ജയിലിൽ കിടക്കണമെന്നാണോ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, ജയിലിൽ കടന്ന് ഉണ്ടെന്ന ചരിത്രമൊന്നും ഈ കുടുംബത്തിൽ ആർക്കും തന്നെയില്ല. ഈ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം സ്വന്തം കാര്യം നോക്കി രക്ഷപ്പെടുകയാണല്ലേ? എന്നെ ആന്റി ഒറ്റയ്ക്ക് പെടുത്താന്ന് വിചാരിച്ചോ? നീ ചെയ്തു കൂട്ടിയനല്ലേ നീ അനുഭവിക്കുന്നത്. അതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും? ശരി, പോട്ടെ. എന്തായാലും ഇത്രയും നാളും കൂടെ നിന്നതിന്റെ പേരിൽ ഒരു ചെറിയ വഴി ഞാൻ പറയാം. എന്താ അത്? മിഥുൻ നിന്നെ ആട്ടി ഇറക്കുന്നതിന് മുമ്പ് നിന്റെ ബാഗും പാക്ക് ചെയ്ത് ആരോടും പറയാതെ നീ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ്ക്കോ.
അതില് കുറച്ച് അന്തസ്സും ഉണ്ടാവും, എല്ലാവരുടെ മുമ്പിൽ നാണം കെടുകയില്ല. ഞാൻ മിഥുനെ വിട്ട് എങ്ങോട്ടും പോകില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാ ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കലും മരിക്കുന്നത്. പിന്നെ കൂടെ ഞാനും ഉണ്ടാവുന്നാണോ നീ പറയുന്നേ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അതൊക്കെ നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി, എന്നെ കൂട്ടുപിടിക്കാൻ നിൽക്കണ്ട. പ്രിയമതാന്റി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? ഇനിയിപ്പൊ എന്ത് ചെയ്യും? എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുക? അച്ഛാ, ഇതാ കോഫി. അച്ഛ, ഒരു കാര്യം, അമ്മ ഇത്രയും നേരമായിട്ട് തിരിച്ചു വന്നില്ലല്ലോ. എപ്പോ വരും കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാനും അരുണിമയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മോളെ. ഉം. കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചു നോക്കിയായിരുന്നു, അപ്പൊ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതെന്താ അച്ഛ ഫോണ് സ്വിച്ച് ഓഫ് ആയത്? അമ്മ അങ്ങനെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യാറില്ലല്ലോ. ചിലപ്പോ ഫോണിന്റെ ചാർജ് തീർന്നു കാണും ചേച്ചി. വേണ്ടാത്തത് എന്തോ സംഭവിച്ചു എന്ന് എന്റെ മനസ്സ് പറയുന്നു ചാരു. പെട്ടെന്ന് തിരിച്ചു വരാ എന്നും പറഞ്ഞിട്ട് പോയ അമ്മ ഇതെന്ത് ഇത്ര നേരമായിട്ട് തിരിച്ചു വരാത്തെ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒന്നും സംഭവിക്കില്ല മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. മിഥുനേട്ടാ, അമ്മ ഇത്ര നേരമായിട്ട് തിരിച്ചെത്തിയിട്ടില്ല. വിളിച്ചു നോക്കിയപ്പോ ഫോൺ സ്വിച്ച് ഓഫും ആണ്. മോം അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറില്ലല്ലോ. ഹലോ, ആരാ ഇത്? എന്താ കാര്യം? എന്താ? ആ, ഞാനിപ്പോ തന്നെ എത്താം. എന്താ പറ്റിയത് മിഥുനേട്ടാ? ആരാ ഇപ്പൊ ഫോൺ വിളിച്ചേ? പോലീസാ. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്താനാ പറഞ്ഞേ. സ്റ്റേഷനിലേക്കോ? അതെന്തിനാ മിഥുൻ? അതൊന്നും അറിയില്ല ഡാഡ്, പെട്ടെന്ന് എത്താനാ പറഞ്ഞേ. നമുക്ക് പെട്ടെന്ന് പോവാം. ചരു, കുട്ടികളെ നോക്കണേ. ശരി ചേച്ചി. മേഘന എന്തിനായിരിക്കും എന്നെ അങ്ങനെ നോക്കിയത്? അവൾക്കിനി എന്നെന്തെങ്കിലും സംശയമുണ്ടോ? ഒന്ന് കെയർഫുൾ ആവുന്നതാവും നല്ലത്. അരുണിമേച്ചി ഈ മഞ്ചരി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? വാ നോക്കാം. എസ് ഐ സാർ. നിങ്ങൾ എത്തിയോ? പ്ലീസ് ഇരിക്കും. എന്തിനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങളുടെ അമ്മയുടെ കാറ് പുറത്തു കണ്ടു. അമ്മ എവിടെയുള്ളത്? ഈ ഫോണും വാച്ചും അമ്മയുടേതാണോ? അതെ, മോമിന്റെ ആണ്. ഇതെങ്ങനെ സാറ് നിങ്ങളുടെ കൈ കിട്ടിയത്? ഇതാ കാറിൽ തന്നെ ഉണ്ടായിരുന്നതാ. അപ്പോ അമ്മ എവിടെയാ? അമ്മയ്ക്ക് എന്താ സംഭവിച്ചേ? അറിയില്ല മാഡം. ഹൈവേ പെട്രോളിംഗ് പോലീസാണ് റോഡ് സൈഡിലെ ഈ കാറ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നത്. കാറിന്റെ നമ്പർ വെച്ചാ നിങ്ങളുടെ അഡ്രസ് കണ്ടുപിടിക്കാനും നിങ്ങളെ ഫോൺ ചെയ്യാനും കഴിഞ്ഞത്.
കാർ എന്തിനായിരിക്കും റോഡ് സൈഡിൽ പാർക്ക് ചെയ്തത്? കാറിൽ നിന്ന് ഇറങ്ങിയ അരുണിമ എവിടേക്കായിരിക്കും പോയത്? പ്ലീസ്, ഞങ്ങളുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ദയവ് ഇത് പറയണം. അത് ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ മാഡം? നിങ്ങളൊരു കംപ്ലൈന്റ് തരൂ, ഞങ്ങൾ അന്വേഷിക്കാം. എന്ത് അന്വേഷിക്കാമെന്നോ? അതെ സർ, മിസ്സിംഗ് കേസ് ഫയൽ ചെയ്ത് ഇന്ന് തന്നെ അന്വേഷണം ആരംഭിക്കാം. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ആരെയോ കാണാൻ പോകുന്ന ഞങ്ങളോട് പറഞ്ഞിരുന്നു. അത് ഇയാളെയാണോ? സോറി സർ, അറിയാതെ പറ്റിയതാ. ഇത് ഞങ്ങളുടെ സൈറ്റിൽ വർക്ക് ചെയ്ത JCB ഡ്രൈവറാ. നിങ്ങളുടെ അമ്മയുടെ ഫോണില് ലാസ്റ്റ് കോൾ ഇയാളുടേതായിരുന്നു. ആ നമ്പർ തെളിവായിട്ട് എടുത്താ ഇയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തേ. അപ്പോ മറ്റെന്തോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അമ്മ പോയത്. എനിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് അമ്മ എന്തേലും ആപത്തിപ്പെട്ട് കാണൂ. സത്യം പറയടാ, എന്റെ മോം എവിടെയാ? എനിക്ക് അറിയില്ല സർ. നിന്നെ കാണാൻ വേണ്ടിയല്ലേ എന്റെ മോം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്? മര്യാദയ്ക്ക് തുറന്നു പറഞ്ഞോ, എന്റെ മോം എവിടെ? ഞാൻ മേഡത്തിന് ഫോൺ ചെയ്ത് സത്യ, പക്ഷെ മേഡം എന്നെ കാണാൻ വന്നിട്ടില്ല സാറ്. അയാൾ വെറുതെ കള്ളം പറയും ഇതിനേട്ടാ. അമ്മ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. രണ്ടെണ്ണം കൊടുക്കുമ്പോ അയാൾ പറയും. മാഡം, ഇത് പോലീസ് സ്റ്റേഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഒരാളെ നിങ്ങൾ എങ്ങനെ ഉപദ്രവിക്കും? ഇയാൾ എന്തോ മറക്കുന്നുണ്ട് സാർ. രണ്ട് കൊടുത്ത അയാൾ സത്യം പറയും. സത്യവും കള്ളവും തീരുമാനിക്കേണ്ടത് കോടതിയിലാ, അല്ലാതെ സ്റ്റേഷനിലല്ല. അപ്പൊ അയാൾ എന്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ അമ്മയെ വിളിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്ക സർ. എടോ, സത്യം പറ, അമ്മയെ എന്ത് പറഞ്ഞിട്ടാ നീ വിളിച്ചു വരുത്തിയത്? സൈറ്റിൽ സംഭവിച്ച ആപത്ത് ഞാൻ മനഃപൂർവ്വം ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടിട്ടാ മാഡത്തിനെ വിളിച്ചത്. ഡോ, മര്യാദയ്ക്ക് സത്യം പറയുന്നത് നല്ലത്. ഹലോ സാർ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയിൽ വെച്ച് കാണാം. ഇപ്പൊ കംപ്ലൈന്റ് എഴുതി തന്നിട്ട് പോക്കോ, അല്ലാതെ നിങ്ങൾ ഇവിടെ കിടന്ന് വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ. മിസ്സിംഗ് കേസൊക്കെ ഫയൽ ചെയ്തോളാം. പക്ഷെ ഞങ്ങളുടെ മോമിന് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ പുറകിൽ ആരാണെങ്കിലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ പോയി ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുക. ആയിക്കോട്ടെ സർ. അച്ഛാ പ്ലീസ് വന്നേ. എന്തൊക്കെ ഈ പറയുന്നേ? വല്യമ്മയെ കാണാതായെന്നോ? വല്യമ്മയുടെ കാറ്, സെൽഫോൺ, അങ്ങനെ എല്ലാ ബിലോങ്ങിങ്സും എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്? എന്താ പറ്റിയത് വിവേക്? എന്തിനാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്? ഗ്രാനിക്ക് നീ എന്താ ചെയ്തത് മഞ്ജരി? ഞാനെന്ത് ചെയ്യാൻ? അരുണിമേച്ചി നീ എന്താ ചെയ്തെന്നാ ചോദിച്ചത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചേച്ചിയെ കാണുന്നില്ല അത്രേ. ചേച്ചിയുടെ കാറും ബിലോങ്ങിങ്സ് ഒക്കെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്. നീ തന്നെ എന്തോ ചെയ്തത്. എനിക്കെതിരെ വരുന്നത് ആരായാലും ഞാൻ വെറുതെ വിടില്ല. അതാ എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ എന്നോടിപ്പോ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു.